ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലോറൻസ് 257 സിക്സ്റ്റസ് രണ്ടാമൻ മാർപ്പാപ്പയായതിനു ശേഷം തനിക്ക് ഏറ്റവും പരിചയമുള്ള ലോറൻസിന് ഡീക്കൻ പട്ടം നൽകി. അതിനുശേഷം ലോറൻസ് മാർപ്പാപ്പയുടെ ദിവ്യബലിയിൽ ശുശ്രൂഷിച്ചു പോന്നു. സഭയുടെ സ്വത്തെല്ലാം കൈകാര്യം ചെയ്തിരുന്നത് ലോറൻസ് ആയിരുന്നതിനാൽ അദ്ദേഹത്തെ മാർപ്പാപ്പയുടെ ആർച്ച് ഡീക്കൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. വലേറിയൻ ചക്രവർത്തിയുടെ 257 പ്രസിദ്ധ വിളംബരമനുസരിച്ച് മാർപ്പാപ്പ അറസ്റ്റ് ചെയ്യപ്പെട്ട് കൊലക്കളത്തിലേക്ക് നയിക്കപ്പെടുന്ന മാർപ്പാപ്പയുടെ പിന്നാലെ ലോറൻസ് കരഞ്ഞുകൊണ്ട് അഭിവാദ്യം ചെയ്തു. പിതാവേ, അങ്ങയുടെ മകനെ കൂടാതെ അങ്ങ് എവിടേക്കാണ് പോകുന്നത്? പരിശുദ്ധനായ പിതാവേ, അങ്ങയുടെ ഡീക്കനെ കൂടാതെ അങ്ങ് എവിടേക്കാണ് പോകുന്നത്? അങ്ങയുടെ ശുശ്രൂഷകനെ കൂടാതെ അങ്ങ് ബലി അർപ്പിച്ചിട്ടില്ലല്ലോ. ഇത് കേട്ട് മാർപ്പാപ്പ പ്രതിവദിച്ചു, എൻ്റെ മകനെ, നിന്നെ ഞാൻ മറന്നതല്ല. ഇതിലും വലിയൊരു യാതന കർത്താവിലുള്ള വിശ്വാസത്തെ നിന്നെ കാത്തിരിപ്പുണ്ട്. 3 ദിവസത്തിനകം നീ എന്നെ അനുധാവനം ചെയ്യും. നിന്റെ കൈവശമുള്ള സഭയുടെ സ്വത്തെല്ലാം വിറ്റ് ദരിദ്രർക്ക് നൽകുക. ഇത് കേട്ട് ലോറൻസ് അതീവ സന്തുഷ്ടനായി. തൻ്റെ കയ്യിലുള്ള സഭയുടെ സ്വത്തെല്ലാം വിറ്റ് വിധവകൾക്കും ദരിദ്രർക്കുമായി ഭാഗിച്ചു നൽകി. പിന്നീട് റോമൻ പ്രീഫെറ്റ് സഭയുടെ സ്വത്തും സ്വർണ്ണാഭരണങ്ങളും കാണിച്ചു കൊടുക്കുവാൻ ലോറൻസിനോട് ആവശ്യപ്പെട്ടു. അതനുസരിച്ച് ലോറൻസ് വിധവകളെയും ദരിദ്രരെയും നിരനിരയായി നിർത്തിയിട്ട് പ്രീഫെറ്റിനോട് പറഞ്ഞു, ഇതാണ് സഭയുടെ സ്വത്ത്. ഇത് കേട്ട് പ്രീഫെറ്റ് രോഷാകുലനായി. നീ എന്നെ പരിഹസിക്കുകയാണോ? നിന്നെ ഞാൻ ഇഞ്ചിഞ്ചായി കൊല്ലും. അനന്തരം ലോറൻസിൻ്റെ വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റി ഇരുമ്പ് പലകയിൽ കിടത്തി. പലകയുടെ കീഴെ തീയിട്ടു. അഗ്നി ശരീരത്തെ എരിയിച്ചു. അദ്ദേഹത്തിൻ്റെ ദൈവസ്നേഹം അഗ്നിയെ അവഗണിച്ച് അപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അവസാനം ലോറൻസ് മരണത്തിന് കീഴടങ്ങി. റോമ മുഴുവൻ്റെയും മാനസാന്തരത്തിന് ലോറൻസ് കാരണമായി. ഇതുപോലെ നമുക്കും ലോറൻസിനെ പോലെ തന്നെ വിധവകളെയും ദരിദ്രരെയും നെഞ്ചോട് ചേർത്ത് അവരെ സ്നേഹിച്ചും സഹായിച്ചും നമുക്കും ജീവിക്കാം. ആമേൻ.